Hi guys, I am Mini. This is you watching my entertainment mini vlogs by Mini Johnsons. Just see and enjoy. വണിടും കാലം കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ തിരുവാവണിരാവ് മനസാകെ നിലാവ് ത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി പുല്ലാങ്കുഴൽ കാറ്റത്താഴം ചെമ്പാവിൻ പാടം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അയ്യോ ഐഡി എങ്ങനെയുണ്ട്? ഞാനുണ്ട് കുറച്ച് മുല്ലപ്പ് കിട്ടി തരി തെറ്റായില്ലേ? എടി എനിക്ക് ഇച്ചിരി താടി ഇതേന്നോ? എടി വാടിയ മുല്ല ചൂടിയാലും ചൂടിയ മുല്ല ചൂടരുതെന്നാ. ഇത് ഇച്ചിരി ഉൾപ്പൊടി. എന്നാ പിന്നെ നീ അത് ഇവിടുന്ന് എടുത്തോണ്ട് വന്നതെന്നെങ്കിലും പറ. ഞാൻ ആ തിരുവാതിരക്കാരുടെ ഇച്ചിരി അടിച്ചു മാറ്റിയതോ. ഞാൻ പോയി എടുത്തോണ്ട് വരാം. എനിക്ക് വേണമെങ്കിൽ മുല്ലപ്പ് കിട്ടിയില്ല. ഇതേന്നോ? എടി വാടിയ മുല്ല ചൂടിയാലും ചൂടിയ മുല്ല ചൂടരുതെന്നാ. ഇത് ഇച്ചിരി ഉൾപ്പൊടി. എന്നാ പിന്നെ നീ അത് ഇവിടുന്ന് എടുത്തോണ്ട് വന്നതെന്നെങ്കിലും പറ. ഞാൻ ആ തിരുവാതിരക്കാരുടെ ഇച്ചിരി അടിച്ചു മാറ്റിയതോ. ഞാൻ പോയി എടുത്തോണ്ട് വരാം. എനിക്ക് വേണമെങ്കിൽ മുല്ലപ്പ് കിട്ടിയില്ല. ആൺമേരി നീ ചന്ദനം കൊണ്ടുവന്നു പറഞ്ഞിട്ടായിരുന്നു. ഇതെന്നാ സൂപ്പറായിട്ടുണ്ട്. അല്ല അടി ഇനി ആർക്കെങ്കിലും വേണോ? 15 രൂപ തന്നിട്ടില്ല. തന്നെ വേഗട്ടെ. പിന്നെ ആരാ? രേവതി പടി 5 രൂപ കൂടുതൽ വേഗടി. ആരാ? അലീന. പൈസ ഉണ്ടോ? വേഗം എടുക്കും. നിങ്ങളൊക്കെ തരാനുള്ളൂ. ഞാൻ എന്റെ കയ്യിൽ നിന്ന് മുഴുവൻ ഇട്ടത്. പൂക്കളക്കാരൻ ചുമ്മാ പൂ തരുമോ? ഇവിടെ നിന്നേ അമല് പടക്കം കൊണ്ടുവന്നിട്ടുണ്ടോ? അവനല്ലേ കൊണ്ടുവരാന്ന് പറഞ്ഞേ. എന്റെ ഏടി കുറച്ചു നേരം മുമ്പ് അവന്മാരെല്ലാം കൂടെ ഇവിടെ അവരുടെ ടോയ്ലറ്റിന്റെ അപ്പുറത്തോട്ട് പോകണ ഞാൻ കണ്ടായിരുന്നു. വെള്ളമടിയാണോ നിൽക്കുന്നത് തമ്മിൽ ഞാൻ പറഞ്ഞ നടപ്പുണ്ടെല്ലാം കൂടെ. വല്ല കുളമാക്കുമോ? അവരോട് കറക്റ്റ് ടൈം പടക്കം പൊട്ടിക്കാൻ പറഞ്ഞു. പ്രിൻസി എന്നാ പറയണത് അപ്പം നോക്കാം. എടി നമ്മുടെ കൊണ്ടോടി ഇവളോട് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത് അവൾ ഏത് കളർ ബ്ലൗസ് ഇടുന്നത്. നീല കളർ ബ്ലൗസ് ഇടുന്നെന്ന് പറയുന്നുണ്ടോ? ഇപ്പൊ എല്ലാവരും ബ്ലാക്ക്. എടി അവളെ കാണാൻ എന്നെ രസമല്ലേടിയോ സാരി ഉടുത്തത്. പിന്നെ വലിയ രസമൊന്നുമില്ല. അതെ പെണ്ണുങ്ങൾ സാരി ഉടുത്തൊരു ഭംഗിയാണെങ്കിൽ നല്ല ബോഡി ഷേപ്പ് വേണം. ഇത്തിരി നിറം ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല. സാരി ഉടുത്തൊരു ലുക്കൊക്കെ വരണമെങ്കിൽ പറയണത് അപ്പം നോക്കാം. എടി നമ്മുടെ അശ്വതിക്ക് ഇപ്പൊ കയറാൻ പറ്റത്തില്ല തിരുവാതിരയ്ക്ക്. പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് കയറ്റണം. അയ്യോ എനിക്ക് പേടിയാവോ? 12B-കാരുടെ ഭയങ്കര പ്രാക്ടീസ്. നമ്മുടെ ക്ലാസ് മാത്രമേ പ്രാക്ടീസ് ചെയ്തുള്ളൂ. നമുക്ക് ഇപ്പം വയറുവേനെയാണോ നേരത്തെ പറയുന്നില്ലായിരുന്നു. അയ്യോ എനിക്ക് കയറാൻ പറ്റത്തില്ല. ഈ സാരി കൊടുത്തിട്ട് എനിക്ക് ടെൻഷനാ. വേറെ ആരെങ്കിലും കിട്ടൂടി? എടി അവർക്ക് തുമ്പപ്പൂ കൊണ്ടുവരും. ഞാൻ ഇവിടുമാരോടെല്ലാം പറഞ്ഞിരുന്ന അത്തപ്പൂക്കൾ എന്തിട്ടിട്ടും കാര്യമില്ല. തുമ്പപ്പൂ ഇല്ലെങ്കിൽ മാർക്ക് തീർന്നു. ഇപ്പൊ ഒരു കാര്യം ചെയ്യേ, അവരവിടെ അത്തക്കളർ റെഡിയാക്കി വെച്ചിട്ട് എല്ലാവരോടും സ്റ്റേജിലോട്ട് പോകാൻ പറയുന്ന ടൈമിൽ അപ്പുറത്തവരുടെ അടിച്ചു മാറ്റാം. വേറെ വഴിയില്ല. തുമ്പപ്പൂ ഇല്ലെന്നേ. അല്ലെങ്കിൽ പിന്നെ വേറെ എന്താ ചെയ്യാം? ഒന്നും ചെയ്യാനില്ല. അടിച്ചു മാറ്റണം. വേറെ വഴിയൊന്നുമില്ല. ഞാൻ തന്നെ പോവാം. നിങ്ങളാലും പോയി ശരിയായി വരാം. നോക്കിയിട്ട് വരാവേ. ഹലോ എന്നായിരുന്നു? അത്തപ്പൂക്കളം കോപ്പി അടിക്കാൻ വന്നായിരിക്കും അല്ലേ? പൊടി ക്ലാസ്സിൽ പൊടി 2 നിലവിള കൊണ്ടുപോയെടുക്കാൻ. ഞങ്ങള് നിലവിള കൊണ്ടുവന്ന് ചോദിക്കാൻ വന്നതാ. നിലവിളക്ക് എടുത്ത് ഞാൻ തലക്കെട്ടടിക്കണമെങ്കിൽ വേഗം പൊക്കോ. ഞങ്ങൾ നോക്കാൻ വന്നൊന്നുമല്ല. അയ്യോ നിലവിളക്ക് എന്നെ ലീഡർ പറഞ്ഞു വിട്ട ജമന്തിപ്പൂ കൊണ്ട് ഇച്ചിരി തരാവോന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് പോലും തോന്നില്ല. അവിടെ ഉണ്ടല്ലോ. ഇതാടി ഇല്ല ഇവിടെ നിങ്ങൾക്ക് മേടിച്ചാ പോരാ പൈസ കൊടുത്തു. നിങ്ങൾ വാട്ടാ. ആയിക്കോട്ടെ ചെല്ലു. ഓ ഇപ്പൊ പടം വലിയ തുടങ്ങും. ഇവിടെ തന്നെ നമ്മള് മൈക്കാട് പണിക്ക് പൂന്നുള്ള മാത്രം. കഴിഞ്ഞാൽ അവര് വലിയ രവിവർമ്മ. നമ്മളെ അത്തക്കാലത്തിന്റെ അവിടെ അങ്ങ് ഒഴുത്തത്ത് പോലുമില്ല. ഓ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ കാറ്റ് വരും. മാറിയിക്ക്. ഞാൻ പോവാ. പടംവലിയെങ്കിലും കണ്ടു രസിക്കാം. വാ അല്ലേ മുക്കുറ്റിയില്ലടി. അയ്യോ ഞാൻ പറഞ്ഞു മടുത്തു. സ്റ്റെപ്പ് തെറ്റിലും കുഴപ്പമില്ല. മുക്കുറ്റി ഇല്ലെങ്കിൽ മാർക്ക് പോവും. ഞാൻ അപ്പളേ പറഞ്ഞതാ. അതല്ല ഈ ഒരു ഞുണ്ണിങ്ങിയ പൊട്ട അവര് കുത്തിയേക്കുന്നത്. ഇത്ര പോലും ഇല്ല. ഞാൻ പറഞ്ഞതാ. ഒന്നാമതോ പ്രാക്ടീസോ ചെയ്തിട്ടില്ല. ഇനി എന്നാ ആക്സസറീസ് എങ്കിലും മര്യാദയ്ക്ക് വേണ്ടേ? പകുതി പേരും പിന്നു പോലും ഇല്ലാണ്ടാ വന്നത്. ഇടി അവൾമാരെ പ്ലസ് 2B-ക്കാരെയാ. മാം നോക്കുന്നുണ്ടേ. ആരെന്നറിയില്ല. മാപ്പിടി കുവിച്ച് ഇവിടെ എല്ലാ പിള്ളേരെല്ലാം
അവളെ മേലെ ഇറക്കി ഇറക്കി. ഓ എന്തൊരു ടെൻഷൻ. ഒന്നുമില്ല മിസ്സേ. റെഡി കഴിഞ്ഞോണ്ടിരിക്കുവാ. ഒന്നുമില്ല. അതോ അത് പൂക്കളം ഇടാനുള്ള പോവാ. അങ്ങോട്ട് പോവാ. അല്ല അവിടുന്ന് ഈ വഴി അങ്ങനെ പോവാലോ. അങ്ങനെ അത് അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് ഞാൻ ഇച്ചിരി ചോദിച്ചു മേടിച്ചോണ്ട് വരുന്ന വഴിയാ. ഇല്ല ഇച്ചിരി ബാക്കി വന്നുണ്ട് ടീച്ചറെ വീട്ടിൽ കൊണ്ടുപോവാന്. ടീച്ചറെ വഴക്കറിഞ്ഞാലെന്ന്. ബാക്കിയുള്ളതാ കേട്ടോ. ഞാനും കൂടിയായിരുന്നു അത്തപ്പൂക്കൾ ഇടാൻ. അപ്പൊ ബാക്കി വന്നത് കണ്ട് കളയണ്ടല്ലോ, പൂവില്ല, വില കൊടുത്ത് മേടിച്ചല്ലേ. ഇല്ല പറയല്ലേ ടീച്ചർ, ചെറുതായിട്ട്. ടീച്ചറെ ഞാൻ പൊക്കോട്ടെ. എടുത്തോട്ടെ, ഞാൻ ഇതിങ്ങനെ എറിഞ്ഞാലോ? എന്നിട്ട് ഇതിങ്ങനെ തല കഴിയുമ്പോ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ. മലയാളി മംഗ കോമ്പറ്റീഷൻ റൗണ്ട് 1 സെൽഫ് ഇൻട്രൊഡക്ഷൻ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രമ്യ. ഞാൻ ഇവിടെ 2ാം വർഷ +2 പഠിക്കുന്നു. ഓണക്കാലത്തിൻ്റെ അവിസ്മരണീയത ഉണർത്തുന്ന ഈ ഊഷ്മളമായ സായം സന്ധ്യയിൽ എനിക്ക് നിങ്ങൾ എല്ലാവരോടും ഓണാശംസകൾ പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും. മാവേലി വന്ന് നമ്മളെ അനുഗ്രഹിക്കുമ്പോഴും ഊണുണ്ണുമ്പോഴും മലയാളികൾക്ക് എപ്പോഴും ഓണം തന്നെയാണ് കാണാൻ പറ്റും ഉണ്ണേണ്ടതാണല്ലോ. നന്ദി, നമസ്കാരം. തണ്ടിരുളും തടിയിരുളും ഉരുളിയിലൊരു ഉരുള. അയ്യോ പറഞ്ഞു. ഇത് ഭയങ്കര പാടാ. സൈക്കിൾ റാലി പോലെ ലോലി ലാലി. സൈക്കിൾ റാലി കറക്റ്റ് അല്ലേ? സൈക്കിൾ റാലി പോലെ ലോലി ലാലി. മത്സരാർത്ഥികൾ ഓണ ഓർമ്മകൾ പങ്കുവെക്കുന്നു. എനിക്കാണെങ്കിൽ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ സദ്യ, പായസം, ചക്കര വരട്ടി. എനിക്കാണെങ്കിൽ ചക്കര വരട്ടി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓണം എന്ന് ഓർക്കുമ്പോ എനിക്ക് ഇലയില് സദ്യ കഴിക്കുന്നതും പായസം കുടിക്കുന്നതൊക്കെയാണ് എൻ്റെ ഓർമ്മ. പിന്നെ എനിക്ക് അത്തപ്പൂക്കളമൊക്കെ ഞങ്ങൾ ഇടാറുണ്ട്. അങ്ങനെ ഓണം ഞങ്ങൾ എല്ലാവരും ആഘോഷിക്കും. എല്ലാവരും തുമ്പപ്പൂവൊക്കെ പറിച്ച് അത്തപ്പൂക്കൾ ഇടാറുണ്ട്. അങ്ങനെ പക്ഷെ എല്ലാവരും പൈസ ഒക്കെ ഇല്ലെങ്കിലും പൂക്കളൊക്കെ മേടിച്ച് ഒക്കെ എല്ലാവരും കാണാൻ വിറ്റും ഓണം ഉണ്ണും, സദ്യയും ഒരിക്കും, പൂക്കളം ഇടും. മാമനൻ ചവിട്ടി താത്തിയെങ്കിലും മാവേലി എല്ലാ കൊല്ലവും വരുന്നത് പോലെ തന്നെ പൈസ ഇല്ലെങ്കിലും ഓണം എല്ലാവരും ആഘോഷിക്കും. എല്ലാവർക്കും ഓണാശംസകൾ. ഇപ്രാവശ്യത്തെ മലയാളി മങ്കയായി ചിഞ്ചു 2 വാക്ക് സംസാരിക്കുന്നു. താങ്ക് യു. ഞാനൊരിക്കലും വിചാരിച്ചു ഞാൻ മലയാളി മങ്കയാവുമെന്ന്. എനിവേ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവർക്കും ഓണാശംസകൾ. എൻ്റെ കൂടെ മത്സരിച്ച എല്ലാവർക്കും തന്നെ അവരെല്ലാവരും സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ സൂപ്പറായതെന്ന് എനിക്ക് കിട്ടി. അതുകൊണ്ട് എനിവേ കൺഗ്രാറ്റുലേഷൻസ് എല്ലാവർക്കും ആൻഡ് താങ്ക് യു സോ മച്ച്. ഒന്നേ അശ്വിനി ഏടാ മാവേലിക്ക് മറ്റേ നെതികേട് കിട്ടിയില്ലടാ. ഈ നെതികേടി അല്ല, മറ്റേ തടിയുടെ വടിയും തടിയും ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞോണ്ട് അവിടെ നിപ്പുണ്ട്. ഒന്ന് ചെല്ലി പ്ലീസ്. ഞാൻ അപ്പുറത്തവളുമാരുടെ പോയിട്ടേ അത്തപ്പൂക്കൾ എന്തോരായി നോക്കിയിട്ട് വരാം. ഇവിടെ നിന്നോ. യു ഫോളോ മീ. നിങ്ങളെല്ലാം വേണ്ട, ഇവിടെ മാത്രം മതി. തിരുവാതിരയ്ക്ക് നമുക്ക് പ്രൈസ് കിട്ടില്ല, നിങ്ങൾ എന്നെ കുറ്റം പറയില്ല. ഞാൻ ആകുന്നവരോട് ചൈത്രയോടും ആതിരയോടും ഒക്കെ ചോദിച്ചതാണ്. എനിക്കറിയത്തില്ല എങ്ങനെയാ ഇങ്ങനെ എനിക്ക് സ്റ്റെപ്പ് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ കാണിക്കപ്പോൾ എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. എനിക്കറിയത്തില്ല. എനിക്ക് പേടി തോന്നും. അവരൊക്കെ ഭയങ്കര പ്രാക്ടീസ് 12 അവർ നമ്മുടെ സ്റ്റെപ്പ് കോപ്പി അടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. അവർ
വാതിൽ പോയി. ആ വാതിലടച്ചിട്. ജനലും ആ ജനലിലാണ് ഒരു ഓട്ടയുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ.